ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ സോഫ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാം എന്നുള്ളതാണ്. അപ്പം ഇപ്പോഴും പലർക്കും അറിയില്ല എങ്ങനെ സോഫ്റ്റായിട്ട് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാം. പലരും പറയാറുണ്ട് ഉണങ്ങിപ്പോകുന്നു, സോഫ്റ്റായി കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് സോഫ്റ്റായിട്ട് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ്സോട് കൂടി ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ടേസ്റ്റിൽ ചപ്പാത്തി കഴിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അത് ഞാൻ ഇതുപോലെ ഈ ഒരു ഗ്ലാസ് കണക്കിൽ ഒരു 5 ഗ്ലാസ് ഗോതമ്പ് പൊടി അഥവാ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു പകുതി ക്വാണ്ടിറ്റി ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്താൽ മതിയാകും. നന്നായി കൈകൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 1.25 ടേബിൾ സ്പൂൺ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വെളിച്ചെണ്ണയും ഉപ്പുമൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. കുറച്ചായിട്ട് തന്നെ ആഡ് ചെയ്ത് കുഴച്ചെടുക്കുക. പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു 5 ഗ്ലാസ് അളവിൽ നിങ്ങൾ 1.25 ഗ്ലാസ് വെള്ളം എടുത്താൽ ചിലപ്പോൾ അത് മതിയാവില്ല, ചിലപ്പോൾ അത് കൂടുതൽ വേണ്ടി വരും, ചിലപ്പോൾ അതിൽ കുറവ് വേണ്ടി വരും. അപ്പോൾ അത് പൊടിക്കനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ചിലപ്പോൾ നൈസായിട്ടുള്ള പൊടിയായിരിക്കും. നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടി ചിലപ്പോൾ തരിതരിയോട് കൂടിയുള്ള ഗോതമ്പ് പൊടിയാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് വ്യത്യാസം വരും. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ അളവ് പൊടിയുടെ ഇതനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് തന്നെ കുഴച്ചെടുക്കുക. പിന്നെ ഞാൻ ഈ പാത്രത്തിൽ വെച്ച് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ടൈലിൽ കുറച്ച് എണ്ണ തൂക്കി കൊടുക്കുകയാണ്. എന്നിട്ട് 2 കൈ ഉപയോഗിച്ചിട്ട് വീണ്ടും ഈ ചപ്പാത്തി മാവ് നന്നായി കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ഇത് കുഴച്ചെടുക്കുന്നു അത്രയും അത് സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഈ ഒരു ചപ്പാത്തി മാവിൻ്റെ ഒരു നല്ലൊരു സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം അത് കുഴച്ചെടുക്കുന്നു എന്നതാണ്. അപ്പോൾ നമ്മൾ ഈ എണ്ണ ആഡ് ചെയ്യുന്നത് രണ്ടാമത്തെ സോഫ്റ്റ്നെസ്സിൻ്റെ കാരണമാണ്. പക്ഷെ നമ്മൾ വെള്ളം പാകമായി കഴിഞ്ഞാൽ, മാവിൻ്റെ വെള്ളം പാകമായി കഴിഞ്ഞാൽ നമ്മളത് എത്രത്തോളം കുഴച്ചെടുക്കുന്നു അതാണ് അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത്, ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ടൊരു 20 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ ഇത് ഒന്നുകൂടി നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. നോക്കൂ, ഇതിപ്പോൾ നല്ല സോഫ്റ്റാണ്, ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ് കൂടി കഴിയുമ്പോഴത്തേക്ക് ഇത് ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ ഇത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എത്രത്തോളം നമ്മൾ കുഴക്കുന്നോ അത്രയും അത് സോഫ്റ്റായി തന്നെ കിട്ടും. വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് ഓരോ ബോൾസാക്കി എടുത്തിട്ട് പരത്തിയെടുക്കാം. ഇനി ഇത് ബോൾസാക്കി എടുക്കാം. അപ്പോൾ ബോൾസാക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതുപോലെ കൈകൊണ്ട് ഒന്നുകൂടി വീണ്ടും ഒന്ന് കുഴച്ചിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക.
ഞാൻ മുഴുവൻ ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം. ഞാനിവിടെ 2 ഷേപ്പിൽ നിങ്ങൾക്ക് പരത്തി കാണിച്ചു തരാം. ഒരു ട്രയാങ്കിൾ ഷേപ്പിലും ഒന്ന് റൗണ്ടായിട്ടും ഷേപ്പ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ നമുക്കിത് പരത്താൻ ആവശ്യമായത് കുറച്ച് പൊടി വേറെ തന്നെ വേണം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഒരു ബോൾസ് അതിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും അതിലേക്ക് പൊടി കുറച്ചാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ചപ്പാത്തി കോലിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി അപ്പുറം ഇപ്പുറം തിരിച്ചും മറിച്ചിടുന്ന സമയത്ത് തന്നെ ആക്കി കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വലിപ്പത്തിലും കട്ടിയിലും പരത്തിയെടുക്കുക. അപ്പോൾ ഒരുപാട് നൈസായി പരത്തേണ്ട ആവശ്യമില്ല, ചെറിയൊരു കട്ടിയോട് കൂടി പരത്തുക. എന്നിട്ട് ഇതുപോലെ നേർ പകുതിയായിട്ട് മടക്കുക. എന്നിട്ട് സൈഡിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് അല്പം പൊടി ഇട്ട് കൊടുത്തിട്ട് ചപ്പാത്തി പരത്തുക. ഇതുപോലെ 2 സൈഡിലേക്കായിട്ട് പരത്തുക. എന്നിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. 2 സൈഡിലും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പരത്തിയെടുക്കുക. കണ്ടോ, ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ചപ്പാത്തിയും ഒന്ന് ചുട്ടെടുക്കാം. തട്ട് ചൂടാൻ ശേഷം നമുക്ക് അതിലേക്ക് ചപ്പാത്തി പരത്തിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തിരിച്ചിടുക. വേഗം ഒന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് തിരിച്ചിട്ട് കൊണ്ടേയിരിക്കുക. ഒരുപാട് സമയം ഒരു സൈഡ് ഇങ്ങനെ വയ്ക്കരുത്, അപ്പോൾ അത് കരിഞ്ഞു പോകും. കണ്ടോ, ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, പൊന്തി വരുന്നത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സോഫ്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയും പൊന്തി വന്നത്. കണ്ടില്ലേ? യെസ്, 2 സൈഡും നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് സോഫ്റ്റായിട്ട് ഈസി ആയിട്ട് ചപ്പാത്തി തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കണ്ടോ, ഞാനിവിടെ നെയ്യാണ് കേട്ടോ ചേർക്കുന്നത്. അത് ഞാൻ അടുപ്പത്തുനിന്ന് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എണ്ണ ഏത് വേണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് നല്ല ടേസ്റ്റി സോഫ്റ്റായ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.